ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് ബർഗറാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴുമൊക്കെ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ടേസ്റ്റിയുമായി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് സവാള, കുക്കുംബർ, തക്കാളി. നമുക്കതെല്ലാം ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. നമുക്കിത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ സവാള, ആവശ്യത്തിന് വേണ്ടിയ ഉപ്പ്, അതുപോലെ തന്നെ എരിക്ക് ആവശ്യമായ കുരുമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പാൻ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ട പൊരിച്ചെടുക്കാനുള്ള എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് നമുക്ക് കുറേശ്ശെയായ റൗണ്ടിന് നമുക്കിത് പൊരിച്ചൊന്നെടുക്കണം. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ റൗണ്ടിനാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ആ ബർഗർ ബണ്ണിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മളിത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബർഗർ ബണ്ണാണ്. അപ്പോൾ ഞാനിവിടെ 4 ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബണ്ണെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ 2 സൈഡും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നെയ്യ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ചൂടാക്കുന്നത്. അപ്പോൾ 2 സൈഡും ചെറുതായി ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ബണ്ണും ഇതുപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടാക്കി വെച്ച ബർഗർ ബണ്ണിൻ്റെ 2 സൈഡിലേക്ക് നമുക്കിതുപോലെ മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുക്കുംബറും അതുപോലെ തന്നെ തക്കാളിയും സവാളയും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബർഗർ ബണ്ണ് ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ മുകളിലോട്ട് ഇതുപോലെ വെച്ചൊന്ന്
അടച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ സെൻറ്ററിലൊന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നെയ്യ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ബർഗർ ബണ്ണും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ടേസ്റ്റിയായും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും കാണുന്നത് വരെ ബൈ. താങ്ക് യു.